എല്ലാവർക്കും എന്റെ നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്നത് ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് എന്ന ബുക്കിൽ നിന്നും 4-ാം അധ്യായത്തിൽ നിന്നും എടുത്ത 25-ാമത്തെ ശ്ലോകമാണ് പറയാൻ പോകുന്നത്. ശ്ലോകത്തിലോട്ട് കിടക്കാം. ദൈവമേവാപരേ യജ്ഞം യോഗിനഃ പര്യുപാസതേ ബ്രഹ്മാജ്ഞാവപരേ യജ്ഞം യജ്ഞേനൈവോപജുഹ്വതി. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു യോഗി ദൈവത്തെ ആർജിക്കാനായിട്ട് എങ്ങനെയാണോ ആ യോഗിയുടെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും ഹോമകുണ്ഡത്തിലെ അഗ്നിയിൽ സമർപ്പിക്കുന്നത്, അതേപോലെ ആയിരിക്കണം. അതായത് ഈ ഒരു സാഹചര്യം ഓർക്കുക. ഒരു യോഗിയുണ്ട്, ആ യോഗിന്റെ മുന്നിൽ ഒരു ഹോമകുണ്ഡമുണ്ട്, ഹോമകുണ്ഡത്തില് അഗ്നിയുണ്ട്. യോഗി എന്താ ചെയ്യുന്നത്? യോഗിക്ക് പ്രിയപ്പെട്ട എല്ലാ വസ്തുക്കളും, നെയ്യ്, അരി, തേങ്ങ, പുഷ്പങ്ങള്, തേന്, പാല്, അങ്ങനെ യോഗിക്ക് ഇഷ്ടമുള്ള മനസ്സിന്, യോഗിയുടെ അഹം എന്ന അഹത്തിന് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും യോഗി അഗ്നിയിൽ അർപ്പിക്കുകയാണ്. അതിനെയാണ് യജ്ഞം എന്ന് പറയുക. യജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമർപ്പിക്കുക. അങ്ങനെ സമർപ്പിക്കുമ്പോൾ യോഗിയുടെ മനസ്സിലൊരു, ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ യോഗിക്ക് ഒരു സന്തോഷം ഉണ്ടാവും. ഞാൻ ദൈവത്തിനാണ് കൊടുത്തത്, ദൈവം എനിക്ക് അതിന് അനുഗ്രഹം തരുമെന്ന രീതിയിൽ. അതേപോലെ ആണ് നമ്മളുടെ ചുറ്റുമുള്ള ബ്രഹ്മം. ബ്രഹ്മം ഇവിടെ പറയുന്നത് ബ്രഹ്മാജ്ഞാവപരേ യജ്ഞം. അതായത് ബ്രഹ്മ അഗ്നാവപരേ, അതായത് ബ്രഹ്മം ഒരു ഹോമകുണ്ഡത്തിലെ തീയായി കണക്കാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ കർമ്മഫലങ്ങൾ മൊത്തം ബ്രഹ്മത്തിന് സമർപ്പിക്കണം. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് ബ്രഹ്മത്തിന് ഗുണമുണ്ടാവണം. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും, എല്ലാ പക്ഷികളും, മൃഗങ്ങളും, ചെടികളും, പഞ്ചഭൂതങ്ങളും, പ്രകൃതിയും, വിശ്വം. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇവർക്കെല്ലാം ഗുണമുള്ള രീതിയിലായിരിക്കണം. അത് ചെയ്യുന്നത് വഴി കിട്ടുന്ന ഗുണവും നമ്മൾ എന്ത് ചെയ്യണം? അതും എന്റേതല്ല, ആ ഗുണങ്ങളൊന്നും എന്റേതല്ല, അതും ഞാൻ ഈ ബ്രഹ്മത്തിന് തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് സമർപ്പിക്കണം. അപ്പൊ അങ്ങനെ സമർപ്പിക്കുമ്പോ ആ സമർപ്പണ ഭാവത്തിൽ എന്ത് പറ്റും എന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് ദോഷങ്ങളൊന്നും വരില്ല. കാരണം അഹത്തിന് വേണ്ടിയിട്ടല്ല ഒന്നും ചെയ്യുന്നത്. അപ്പൊ അഹത്തിന് വേണ്ടി ചെയ്യാത്തത് കൊണ്ട് അഹങ്കാരമില്ല, നമുക്ക് കുലീനത വരും, ക്രോധം വരില്ല. കാരണം അഹത്തിന് എന്തെങ്കിലും പറ്റിയാൽ മാത്രമേ ക്രോധം വരുള്ളൂ. ലോഭം വരില്ല. കാരണം എല്ലാം ചെയ്യുന്നത് മറ്റുള്ളവർക്കായി. നമ്മൾ കുറെ മറ്റുള്ളവർക്കായി സമർപ്പണ ഭാവം ഉള്ളിൽ ഉണ്ടാക്കാൻ ശ്രമിക്കും തോറും നമ്മളുടെ ഉള്ളിലുള്ള അത്യാഗ്രഹം കുറയുന്നു. മതം വരില്ല. കാരണം നമുക്ക് മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യത്തിനോടും ലഹരിയോടുമുള്ള ആസക്തിയാണ്. ഇതെല്ലാം വരുന്നത് നമുക്ക് സന്തോഷമില്ലാത്തത് കൊണ്ടാണ്. നമ്മൾ ചെയ്യുന്നതെല്ലാം പ്രപഞ്ചത്തിന് വേണ്ടി ആവുമ്പോൾ ആ ചെയ്യുന്ന കാര്യങ്ങൾ വിചാരിച്ച പോലെ നടന്നില്ലെങ്കിലാണ് നമുക്ക് ഈ ദുഃഖവും, ആ ദുഃഖം മാറ്റാനാണ് നമ്മൾ ഈ മദ്യം, ലഹരി അങ്ങനെയൊക്കെ അടിമയാവുന്നത്. നമ്മൾ ചെയ്യുന്നത് പ്രപഞ്ചത്തിനായതുകൊണ്ട് ഇനിയിപ്പോ ചെയ്ത ഫലം കിട്ടിയില്ലെങ്കിലും അതിൽ നിന്നും നമുക്ക് ജ്ഞാനം ലഭിക്കുന്നു എന്ന ഒരു തിരിച്ചറിവ് ഉണ്ടാവുകയും, ആ ജ്ഞാനവും പ്രപഞ്ചം തന്നതാണല്ലോ എന്ന് അറിയുമ്പോൾ അതിൽ നിന്നൊരു ആനന്ദം ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ മതം ഉണ്ടാവുന്നില്ല, മാത്സര്യം ഉണ്ടാവുന്നില്ല. കാരണം ചുറ്റുമുള്ള എല്ലാവരും ബ്രഹ്മമാണ്, എല്ലാവരെയും ഞാൻ ആരാധിക്കുന്നു, എല്ലാവരെയും ഞാൻ സ്നേഹിക്കുന്നു എന്ന് സങ്കല്പപ്പെടുമ്പോൾ ഇതുണ്ടാവില്ല. അങ്ങനെ നമ്മൾ ത്യാഗ മനോഭാവത്തോടു കൂടി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഭഗവാൻ ഉണ്ടാവുകയും നമ്മുടെ ഉപബോധ മനസ്സിൽ ഭഗവാൻ കുടികൊള്ളുകയും അങ്ങനെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം
ഭഗവാൻ ചെയ്യുന്ന പോലെ ആവുകയും നമ്മളുടെ ബുദ്ധിയും ഭഗവാന്റെ ബുദ്ധിയും ഒന്നാവും. അതായത് എല്ലാ ജ്ഞാനവും നമുക്ക് ലഭിക്കുന്നു. അപ്പോ എപ്പോഴും യജ്ഞം ചെയ്യണം. അതായത് ത്യാഗ മനോഭാവത്തോടു കൂടി ജീവിക്കണം. ത്യാഗ മനോഭാവത്തോടു കൂടി കർമ്മം ചെയ്യുക.